വടകര പൂവാടൻ ഗേറ്റ് അടിപ്പാത സന്ദർശിച്ച് DRM. ഗതാഗതത്തിന് തുറന്നുകൊടുത്ത അടിപ്പാതയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് തടയാൻ മേൽക്കൂര ഉടൻ പണിതു കൊടുക്കുമെന്ന് DRM മധുക്കർ റോഡ് പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര മുനിസിപ്പാലിറ്റിയിൽ പൂവാടൻ ഗേറ്റ് അടിപ്പാതയിലെ ഗതാഗത പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ വേണ്ടിയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ മധുക്കർ റോഡ് സ്ഥലം സന്ദർശിച്ചത്. വടക്കൻ മേഖലയിലെ റെയിൽവേയുടെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് പ്രത്യേക ട്രെയിനിൽ DRMഉം സംഘവും വടകരയിലെത്തിയത്. പൂവാടൻ ഗേറ്റിൽ നിർത്തിയ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം അടിപ്പാത നേരിട്ടു കണ്ടു. ഇവിടുത്തെ പ്രശ്നങ്ങൾ വാർഡ് കൗൺസിലർമാരും റെസിഡൻസ് അസോസിയേഷനുകളുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും ഭാരവാഹികളും ശ്രദ്ധയിൽപ്പെടുത്തി. 2021 മാർച്ച് 31 പ്രവൃത്തി ആരംഭിച്ച 1.5 വർഷം മുമ്പ് ഗതാഗതത്തിന് തുറന്നുകൊടുത്ത അടിപ്പാതയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് വലിയ ദുരിതം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ അറിയിച്ചു. മഴക്കാലമായാൽ അടിപ്പാതയിൽ മോട്ടോർ പമ്പിങ്ങിന് താങ്ങാനാവുന്നത്ര വെള്ളം പൊങ്ങുകയും യാത്ര മുടങ്ങുകയും ചെയ്യുകയാണ്. ഇതോടെ ഇരുഭാഗത്തും എത്തിപ്പെടാൻ കിലോമീറ്ററുകൾ താണ്ടേണ്ടി വരുന്നു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതലുള്ള അവസ്ഥയാണിത്. നീരുറവുകൾ അടക്കുന്നതോടൊപ്പം മേൽക്കൂര പണിയുകയും ചെയ്താൽ വെള്ളത്തിന്റെ അളവ് ഒരു പരിധിവരെ കുറയും. ഇത്തരത്തിലുള്ള വെള്ളം പമ്പ് ചെയ്ത് നീക്കാനും പറ്റുമെന്ന് നാട്ടുകാർ DRMന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ജനങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതത്തിന് എത്രയും വേഗം പരിഹാര നടപടികൾ കൈക്കൊള്ളുമെന്ന് DRM ഉറപ്പു നൽകി. അടിപ്പാതയുടെ ഇരുഭാഗത്തെയും അപ്രോച്ച് റോഡിൽ മേൽക്കൂര പണിയുന്നത് വേഗത്തിലാക്കുമെന്നും DRM അറിയിച്ചു. No, we came here to solve this issue only. Water logging is taking place in this area and in this road underpass. So we are trying to solve this issue. We are looking at it from a technical point of view, that what we can do about it and how we can prevent water and how we can open this underpass for a larger public interest of this area. This public is using this underpass and various buses and ambulances are moving it. So we are looking into a long-term solution, that what best we can do. Right now we'll see all the technical details and then we'll plan accordingly. We will solve it by providing shelters, and we are doing all technical study about it, that how the water is coming in. Apart from the drainage facility, we'll coordinate with the municipal council also, and accordingly we'll work it out, so that water should not come inside the LUS, so that it can be used for more days will be free. And let's see that in all rainy days it will be free, but there will be one limitation, maybe because of any heavy rain time, then water will go with higher level because it is a cutting area. Then we may face problem, but most of the time we will see that it can be put to use for the larger interest of public. This underpass has been built for public only, so it should be used by public for the all 365 days. That is our larger aim as a government's aim, but let's see what best we can do out of it. No, we will put to use. Investment has already been done on this LUS, so we will put to use for the maximum days of the year. മുനിസിപ്പൽ കൗൺസിലർമാരായ PP വ്യാസൻ, M ഫൈസൽ, ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ്, യൂണിറ്റി റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി RK പ്രദീപ്, ജോയിന്റ് സെക്രട്ടറി TP മുസ്തഫ, എക്സിക്യൂട്ടീവ് അംഗം KP നജീബ്, KE കുഞ്ഞമ്മദ്, ആവിക്കൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി അബൂബക്കർ, VK ശൈലേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.